ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു G-Shockന്റെ ഒരു വാച്ചാണ്. ഞാൻ ആക്ച്വലി ഇത് 30% ഡിസ്കൗണ്ടിലാണ് വാങ്ങിച്ചത്. ഫ്രഷ് സാധനമാണ്. ഞാനിത് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നുള്ളൂ. ബ്ലൂ ഡാർട്ട് കൊറിയർ ത്രൂ ഇപ്പോൾ വന്നല്ലോ കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി അവരുടെ ഒരു ആനിവേഴ്സറി എഡിഷൻ പോലത്തെ സാധനമൊക്കെ ആയിട്ട് ഇറക്കിയതാണല്ലോ. സെലിബ്രേറ്റിംഗ് കാസിയോൻ്റെ 25th ഇന്ത്യൻ ആനിവേഴ്സറി ആണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ പറയുന്നത് G1059 ആണ്. റെഡ് കളറാണ്. ഞാൻ കുറേ കാലം റെഡ് കളർ G-Shock തപ്പി നടക്കുന്നു. ഇതിൻ്റെ മോഡൽ നമ്പർ G1059. അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ആണ്, മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. ഇതിൻ്റെ MRP വരുന്നത് 10,495 രൂപയാണ്. എനിക്ക് സാധനം കയ്യിൽ കിട്ടിയത് 7,500 രൂപയ്ക്കാണ് കേട്ടോ. 12/2022 മാനുഫാക്ചറിംഗ് പാക്കിംഗ് ചെയ്തേക്കുന്നത്. GA900 4ADAD ആണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ കളർ മോഡലുണ്ട്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, അങ്ങനത്തെ കളർ മോഡലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനും ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ പാക്കേജ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോക്സ് ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അതിൻ്റെ ബില്ലാണ്. അപ്പോൾ ഞാൻ ബില്ല് കാണിച്ചു തരാം. ജസ്റ്റിൻ വാച്ച് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ത്രൂ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടോ. ജസ്റ്റിൻ വാച്ച് ടോട്ടൽ നമുക്ക് വന്നത് 7,000 രൂപയാണ് കണ്ടോ. 7,000 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഓൾമോസ്റ്റ് 30% ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടിയത്. ഇത് കാർഡ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. 1 കാർഡിന് ഒരു 500 രൂപ ഡിസ്കൗണ്ട് ആയിരുന്നു. അതടക്കമാണ് നമ്മൾ ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബുക്ക്ലെറ്റ്സും വാറണ്ടി കാർഡും ഡീറ്റെയിൽ ഇത് ആക്ച്വലി നമുക്ക് ഓൺലൈനായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു 6 മാസം വാറണ്ടി കിട്ടും. അപ്പോൾ ടോട്ടലായിട്ട് 2.5 കൊല്ലം വാറണ്ടി കിട്ടും. നിങ്ങൾക്ക് അറിയാം, എനിക്ക് G-Shockൻ്റെ കുറച്ച് ബ്രാൻഡ് ഉണ്ട്. ഞാൻ G-Shock കളക്ടറും കൂടിയാണ്. കളക്ടർ എന്ന് പറഞ്ഞാൽ വാച്ച് കളക്ഷനാണ്. നമ്മുടെ കാസിയോൻ്റെ ഫുള്ള്, നോർമലി കാസിയോൻ്റെ ഡിഫീസ് മോഡലൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ G-Shock ആണ്. അപ്പം നമുക്ക് ബോക്സിൽ ഇതൊരു എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് പാക്ക് എന്നിട്ട് 2 ഇയർ വാറണ്ടിയുടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു അവരുടെ ഒരു 25th ആനിവേഴ്സറി എഡിഷൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട് കണ്ടു. പിന്നെ നമ്മുടെ നോർമൽ കാസിയോൻ്റെ കാർഡും യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിൽ ഇനി എങ്ങനെയാണ് വാച്ചിൻ്റെ ടൈം സെറ്റ് ചെയ്യുക? അതാണ് ഓൺലൈൻ വാങ്ങിച്ചാലുള്ള കുഴപ്പം. തപ്പി പിടിക്കണം, അതാണ് കുഴപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത് കണ്ടോ. ഒരു പോലത്തെ ഡിസൈനാണ് ഈ ബ്ലാക്ക് ഇങ്ങനെ വെള്ള പൂശിയ സാധനം. അപ്പോൾ അതിൻ്റെ നമ്മുടെ മോഡ്യൂൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. 56737 എന്ന് പറഞ്ഞൊരു മോഡ്യൂളാണ്. അതിൻ്റെ ഭാഗ്യം കളറ് ഞാൻ ഓർഡർ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെഡ് കളർ സാധനം കേട്ടോ. ഉണ്ടോ, കിടിലൻ സാധനമാണ്. റെഡ് കളർ ഞാൻ കുറേ കാലമായി നോക്കി നടക്കണം. റെഡ് കളറ് G-Shock. ഈ സാധനം എപ്പോഴും ഒന്നെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ചെയ്ത ഒരു ടൈം ശരിയാക്കി ഉണ്ടാവോ? ആ ടൈം ശരിയാക്കിയിട്ടുണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് 50 mm ആണ് സൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കാസിയോൻ്റെ കണ്ടുപിടിക്കാനുള്ള മെയിൻ സാധനം കണ്ടു. ഇതിൻ്റെ ഈ സാധനം എംബഡാണോ നോക്കണം, ഈ സീരിയൽ നമ്പർ ഇത് എംബഡാണോ നോക്കണം. ഈ സീരിയൽ നമ്പറാണ് നമ്മൾ കാസിയോൻ്റെ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ ലൈറ്റിൻ്റെ കളർ എന്താണോ? ലൈറ്റ് അവിടെ പോയി. ലൈറ്റ് ഫ്രണ്ടിലാണ്. ഇതാണ് സ്വിച്ച്. വൈറ്റ് കളർ ലൈറ്റാണ് കണ്ടോ. ഇതൊരു ടൈം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. സൺഡേ ഇന്ന് 1-ാം തീയതി അല്ലേ, 1/6. അതൊരു ടൈം ശരിയാക്കിയിട്ടുണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് തപ്പി പിടിക്കാൻ നടക്കണ്ട. ഓൾമോസ്റ്റ് 12 മണി ആവറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പോൾ ടൈമൊക്കെ ശരിയാണ് കണ്ടോ. അപ്പോൾ നമുക്കിന്ന് കെട്ടി വെക്കാം. ഞാൻ കുറച്ച് കാലമായി ഈ റെഡ് തപ്പി നടക്കുന്നു. പ്രത്യേകിച്ച് ഈ മോഡൽ ഞാൻ കുറച്ച് കാലമായി തപ്പി നടക്കുന്നു. ഇതിൻ്റെ സ്ട്രാപ്പും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നോർമൽ ഇവരുടെ G-Shockൻ്റെ സ്ട്രാപ്പ് അല്ല, കുറച്ച് റെസിൻ്റെ ടൈപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചറും വ്യത്യാസമുണ്ട്. ഇതാ ഉണ്ട്, റെഡ് ബ്ലാക്ക് ആണ്. സ്ട്രാപ്പ് ഫുൾ റെഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ G-Shock. ഇത് എന്തായാലും ഞാൻ ഇത് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ പ്രൊസീജിയർ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ കാസിയോൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. കാസിയോ രജിസ്റ്റർ കൊടുത്താൽ മതി. രജിസ്റ്റർ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കാണ്ടോ. അപ്പോൾ കാസിയോ രജിസ്റ്റർ കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ പോവാം. കാസിയോ ഇന്ത്യ കണ്ടോ. ഞാൻ അത് പറഞ്ഞാൽ എൻ്റെ കുറേ കാസിയോ വാച്ച് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പേജ് ഓൾറെഡി യൂസർ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ. നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, എന്നിട്ട് പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഞാൻ ലോഗിൻ ചെയ്യട്ടെ ഒന്ന്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സീരിയൽ നമ്പറും അതുപോലെ തന്നെ ഇൻവോയ്സും അതിൽ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവർ ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ആക്കൂട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2.5 കൊല്ലം വാറണ്ടി കിട്ടും കേട്ടോ, ഇൻക്ലൂഡിങ് ബാറ്ററി ഇപ്പോൾ എന്തായാലും ഇത്രയൊന്നും പോവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവം കേട്ടോ. ഇത് casio.com-ലല്ല, അത് തെറ്റിപ്പോയി. കാസിയോ ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ കണ്ടോ. കസ്റ്റമർ ഈ സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. കണ്ടോ, ഞാൻ ഇതിൻ്റെ സ്ക്രീനൊന്ന് കുറയ്ക്കാം. ഇതാ
ഇതിൻ്റെ support.casio.in അതിലാണ് നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. സീരിയൽ നമ്പർ നിങ്ങൾ ഫിസിക്കൽ സ്റ്റോറിൽ നിന്നാണോ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണോ വാങ്ങിച്ചത് അതൊക്കെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻവോയ്സ് നിർബന്ധമാണ്. ഇൻവോയ്സ് എന്തായാലും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് അപ്രൂവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവിടെ 2 ചാനൽസ് കാണാൻ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പോലെ അടിച്ചാൽ മതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്. ക്വാളിഫൈഡ് ആണ് കേട്ടോ. പഠിച്ചു കാണാം.